So, hello everyone, welcome to Amaze Academy. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ SSC JEയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എഞ്ചിനീയേഴ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് എന്തല്ലേ, നമുക്കൊരു ടെക്നിക്കൽ പോസ്റ്റ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലുതായിട്ടൊന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വരാവുന്നതിൽ ഏറ്റവും ഗോൾഡൻ ചാൻസ് ആയിട്ടുള്ള ഒരു എക്സാമാണ് SSC JE. അപ്പോൾ SSC JEയെ പറ്റി പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ എക്സാം നടത്തുന്നതിൽ ഇയർലി എല്ലാ വർഷവും SSC JE വിളിക്കാറുണ്ട്. മാർച്ച് മാസത്തിലാണ് നമ്മൾ വിളിക്കുക യൂഷ്വലി. അപ്പോൾ ഈ നടത്തുന്ന എക്സാമിൽ ഓൾ ഇന്ത്യ കോമ്പറ്റീഷനിൽ നമുക്കൊരു ജനറൽ ഇപ്പോൾ 200 മാർക്സിന് ജനറൽ കട്ട് ഓഫ് വരുന്നത് 117 120 വരെ ആയിരിക്കും. അതായത് നമ്മുടെ ഓരോ വർഷം പോകുന്നതിനനുസരിച്ച് കട്ട് ഓഫിൻ്റെ ലെവൽ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അത്രയും കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ലെവൽ കാരണം എല്ലാവർക്കും ഇപ്പോൾ ഗവൺമെൻറ് ജോബിലേക്കുള്ള ഒരു കോൺസെൻട്രേഷൻ കൂടി വരുവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് PSCസിനെ വെച്ച് നോക്കുവാണെങ്കിൽ അതിനെ അപേക്ഷിച്ച് ഒരുപാട് ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് SSC JE പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ SSC JEനെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ SSC JE RRB JE തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്കും 2 പാർട്ട് എക്സാം ഉണ്ട്, ഇവർക്കും 2 ടയർ എക്സാം ഉണ്ട്. അപ്പോൾ ഇതിൽ SSC JEക്ക് ടയർ 1ലും 2ലും ടെക്നിക്കൽ ഉണ്ട്, ഇവർക്ക് ടയർ 2ൽ മാത്രമേ ടെക്നിക്കൽ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഞ്ചിനീയേഴ്സിനെ ബേസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് നോൺ ടെക്നിക്കൽ ഭാഗം നമ്മൾ കുറച്ച് വീക്കാണ് അല്ലേ, നമുക്കറിയാലോ. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ ഭാഗമാണ് കൂടുതൽ സ്ട്രോങ്. അപ്പോൾ നമുക്ക് ടെക്നിക്കൽ ഭാഗം സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഈ എക്സാമിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതാണ് SSC JEനെ ഫോക്കസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരിക അതിന് നമ്മൾ ഡീകോഡ് ചെയ്യുക. അതിനുശേഷം നമ്മളതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ആക്ച്വലി പറഞ്ഞാൽ 2.5 മന്ത്സും കൂടിയേ ഉള്ളൂ അല്ലേ. അതായത് എക്സാമിൻ്റെ ഡേറ്റ് അവർ ഇട്ടിരിക്കുന്നത് നവംബറിലാണ്. ഓക്കെ, നവംബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ നവംബർ സെക്കൻഡ് വീക്കോട് കൂടി നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ആക്റ്റീവാണ്, എല്ലാവരും മറക്കാണ്ട് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ ചെയ്യുക. പേയ്മെൻറ്റ് 100 റുപ്പീസാണ് അല്ലേ ആപ്ലിക്കേഷൻ ഫീസ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓൾമോസ്റ്റ് നവംബർ ഫസ്റ്റ് വീക്കോടുകൂടി നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇനി കഷ്ടിച്ച് പറയാൻ നമുക്കൊരു 2.5 മന്ത്സും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ 2.5 മന്ത്സിനുള്ളിൽ നമ്മൾ ഈ പാറ്റേൺ ഈ എക്സാമിൻ്റെ സിലബസ് നമ്മൾ ഡീകോഡ് ചെയ്ത് പഠിച്ച് മാക്സിമം നമ്പർ ഓഫ് ടെസ്റ്റ് നമ്മൾ പാസ്സായേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ കോഴ്സിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ടെക്നിക്കൽ പോർഷൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമ്മൾ SSC JEക്കും RRB JEക്കും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ആദ്യം നമുക്കറിയാം RRB JEയുടെ എക്സാം നോട്ടിഫിക്കേഷൻ കുറച്ചും കൂടി ലാഗായിട്ടായിരിക്കും വരിക, നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഉടനെ ഒന്നും അതിൻ്റെ എക്സാം പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ SSC JE വന്നു കഴിഞ്ഞാൽ അവർ എക്സാമിന് ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതേ ഡേറ്റിൽ തന്നെ നടത്തുന്നവരാണ്. അപ്പോൾ അവർക്ക് ലാഗ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എത്രയും വേഗം പഠിച്ചു തുടങ്ങാം. അപ്പോൾ SSC JEക്ക് RRB JEക്ക് നോൺ ടെക്നിക്കൽ പോർഷൻസ് ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് നമുക്ക് ഈ കോഴ്സിലൂടെ കവർ ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ CBT എന്നറിയാലോ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. അതിൽ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours ആണ്. ഓക്കെ, ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours ആണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 സെക്ഷനായിട്ടാണ് എക്സാം നടത്തുന്നത്. ഒന്നത് പാർട്ട് 1, ഓക്കെ, അതുപോലെ പാർട്ട് 2. പാർട്ട് 1 കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കലാണ് ആൻഡ് പാർട്ട് 2 കംപ്ലീറ്റ്ലി ടെക്നിക്കലാണ്. സോ ആസ് എഞ്ചിനീയേഴ്സ് നമ്മൾ ഈ പാർട്ടിൽ സ്ട്രോങ് ആണ്. നമ്മൾ ഇത്രയും വർഷം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് കൊണ്ട് നമ്മൾ ടെക്നിക്കൽ ടോപ്പിക്സ് സ്ഥിരം നമ്മൾ റെഫർ ചെയ്ത് നമ്മൾ റിവൈസ് ചെയ്ത് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി മെയിനായിട്ട് കവർ ചെയ്യേണ്ടത് നോൺ ടെക്നിക്കലായിട്ടുള്ള പോർഷൻസ് ആണ് അല്ലേ. അതായത് നമുക്ക് നോൺ ടെക്നിക്കൽ പഠിച്ചു, ഇനി റിവൈസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നോൺ ടെക്നിക്കൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ആസ് സൂൺ അല്ലേ. എത്രയും വേഗം പഠിക്കാൻ പറ്റുമോ അത്രയും വേഗം പഠിക്കുക. എന്ന് വെച്ച് നമുക്കറിയാം ടെക്നിക്കലിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 80 ക്വസ്റ്റ്യൻസ് ഒക്കെ മിനിമം ഒരു 80 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് SSC JE ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 80 ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ പഠിക്കേണ്ടതിൻ്റെ എഫേർട്ട് നമുക്ക് എഞ്ചിനീയേഴ്സിന് അറിയാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നോൺ ടെക്നിക്കൽ പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്നേരം നമ്മൾ എന്താ ചെയ്യുക? നോൺ ടെക്നിക്കലിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം എഫക്റ്റീവായിട്ടൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോൺ ടെക്നിക്കൽ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 2 റീജിയൻസാണ്. ഒന്ന് ജനറൽ ഇൻ്റലിജൻസും അതുപോലെ ഒന്ന് ജനറൽ അവയർനെസ്സും. അപ്പോൾ ജനറൽ ഇൻ്റലിജൻസും 50 മാർക്സിനാണ്, ജനറൽ അവയർനെസ്സും 50 മാർക്സിനാണ്. ടോട്ടൽ 100 മാർക്സ്. ഓക്കെ, അതായത് നോൺ ടെക്നിക്കൽ പോർഷനും 100 മാർക്സ്, ടെക്നിക്കൽ പോർഷനും 100 മാർക്സ്. അപ്പോൾ ഈ 100 മാർക്സിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു സിലബസ് അവർ തന്നിട്ടുണ്ട്. ആ സിലബസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, അതുപോലെ പ്രാക്ടീസ് എക്സാം നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? ജനറൽ ഇൻ്റലിജൻസും ജനറൽ അവയർനെസ്സും ചെയ്യാം. അപ്പോൾ ബേസിക്കലി എല്ലാവർക്കും പാടുള്ളൊരു സെക്ഷൻ ഇതാണ്. എന്താണ്? ജനറൽ അവയർനെസ്. അതായത് പോളിറ്റി, ഹിസ്റ്ററി, ജിയോഗ്രഫി, സയൻസ്, അങ്ങനെ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്ന സാധനങ്ങളേ ഉള്ളൂ. പക്ഷേ നമ്മൾ കുറച്ച് വീക്കായിട്ടുള്ള പോർഷൻ ഇതാണ്, അല്ലേ? ആസ് എഞ്ചിനീയേഴ്സ് നമ്മളെപ്പോഴും ടെക്നിക്കലിനായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഈ പോർഷൻ നമ്മൾ ക്ലീനായിട്ട് ഓരോ സെക്ഷൻ വൈസ്, ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കിനി ഓക്കെ, അടുത്ത പാർട്ട് ബിയിൽ വരുന്ന എന്താണ്? ടെക്നിക്കൽ പോർഷനാണ്. അതിൽ നിങ്ങൾ സിവിലാണെങ്കിൽ സിവിലിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. 100 ക്വസ്റ്റ്യൻസ്. എവറി ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്സ്, അല്ലേ? ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്. നെഗറ്റീവ് അറിയാലോ, 0.25 ആണ്. അതായത് നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചാൽ നിങ്ങളുടെ 1 മാർക്കാണ് പോവുക. അപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക. അതാണ് ഫസ്റ്റ് തമ്പ് റൂൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിവിലാണെങ്കിൽ സിവിലിനെ ബേസ് ചെയ്തിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കലിനെ ബേസ് ചെയ്ത് 100 ക്വസ്റ്റ്യൻസ്, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കലിനെ ബേസ് ചെയ്ത് 100 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ടെക്നിക്കലിനെ പറ്റി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അതിന് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻലി നോക്കുന്നത് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. ഓക്കെ, അപ്പോൾ RRB JEE നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? നോൺ ടെക്നിക്കൽ പോർഷനിൽ അവിടെ നോൺ ടെക്നിക്കൽ മാത്രമല്ലേ ഉള്ളൂ ഫസ്റ്റ് ഫേസിൽ. അപ്പോൾ അവിടെ നമുക്ക് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്, റീസണിങ്ങും ഉണ്ട്, ജനറൽ അവയർനെസ്സും ഉണ്ട്, അല്ലേ? പക്ഷേ SSC JEEക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇല്ല. ഓക്കെ, അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഒരു ഹാപ്പി ന്യൂസാണ്. അതായത് നമുക്ക് കാരണം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട സമയം ഒഴിവാക്കാം, അല്ലേ? അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാം. പകരം റീസണിങ്ങിലും ജനറൽ അവയർനെസ്സിലും ഫോക്കസ് ചെയ്താൽ മതി. ഏതിനെ ബേസ് ചെയ്തിട്ട്? SSC JEEനെ ബേസ് ചെയ്തിട്ട്. പക്ഷേ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കോഴ്സിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ജനറൽ ഇൻ്റലിജൻസും റീസണിങ്ങിന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന പോർഷൻസ് ഒന്ന് നോക്കാം. ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ ടൈപ്പ്. ഓക്കെ, അതായത് റീസണിങ് പോലത്തെയും നോൺ റീസണിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. നമ്മുടെ വിഷ്വൽ മെമ്മറി, ഡിസ്ക്രിമിനേഷൻ, വെർബൽ ആൻഡ് ഫിഗർ ഡിസ്ക്ലാസിഫിക്കേഷൻ, അർത്തമെറ്റിക്കൽ നമ്പർ സീരീസ്, പിന്നെ അർത്തമാറ്റിക്കൽ റീസണിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി അനലൈസ് ചെയ്യും. ഓരോ സെക്ഷനിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നമ്മൾ നോക്കും. അതിനുശേഷം ജനറൽ അവയർനെസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ജനറൽ ഇൻ്റലിജൻസ് നമുക്ക് 50 മാർക്സിനാണ്, അല്ലേ? ഈ 50 മാർക്സിൽ ഒരു 45 നമുക്ക് സ്കോർ ചെയ്തേ പറ്റും. അടുത്തത് ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ്സിനകത്താണ് നമ്മുടെ സയൻസ്, അല്ലേ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നീട് ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റി, അല്ലേ? അങ്ങനത്തെ കുറച്ച് സബ്ജക്ട്സും പിന്നീട് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ സെക്ഷൻ വൈസ് എത്ര ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ വർഷവും ചോദിക്കുന്നത്, നമുക്കതിന് എത്ര വെയിറ്റേജ് ആണ്, നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഏതൊക്കെ ടോപ്പിക്സാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത്
ഒരു പാസ്റ്റ് 4 to 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ റേഞ്ച് വെച്ചിട്ട് നമ്മൾ ക്ലാസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് ഉപയോഗപ്പെടും. അതായത് നമുക്ക് ഏതൊക്കെ സെക്ഷൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സെക്ഷൻസ് ആദ്യം കവർ ചെയ്ത് വെക്കുക, ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നീട് വെക്കുക. ഓക്കെ, എന്നാലും നമുക്ക് ടൈം ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ടെക്നിക്കൽ എപ്പോഴും എന്ത് ചെയ്യുക, ടെക്നിക്കൽ നമ്മൾ മാക്സിമം സ്കോർ ചെയ്തേ പറ്റൂ. നോൺ ടെക്നിക്കലിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കണ്ട എന്നല്ല, കോൺസെൻട്രേഷൻ കൊടുക്കണം. പക്ഷേ ഇതിനു വേണ്ടി നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ മാക്സിമം ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അതായത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ബോർഡ് മാസ് അതൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതും 1 to 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വെയിറ്റേജ് ഉള്ളത് നമ്പർ ആൻഡ് ആൽഫബറ്റിക് സീരീസ്. ഓക്കെ, 10 to 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഓഡ് വൺ ഔട്ട് 8 to 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും വെയിറ്റേജ് കൊടുക്കേണ്ട ആർക്കാണ്? നമ്പർ ആൻഡ് ആൽഫബറ്റിക് സീരീസ്, അതിനുശേഷം ഓഡ് വൺ ഔട്ട്. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോഡിങ് ആൻഡ് ഡീകോഡിങ് അല്ലേ. അപ്പോൾ നോൺ ടെക്നിക്കലി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം കോഡിങ് ആൻഡ് ഡീകോഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ കോഡിങ് ആൻഡ് ഡീകോഡിങ്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാലോ നോൺ വെർബൽ റീസണിങ്. പിന്നീട് സില്ലോജിസം. ഓക്കെ, അപ്പോൾ ഈ സില്ലോജിസവും വെൻ ഡയഗ്രവും ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. അതിനും 2 to 3 അല്ലെങ്കിൽ 1 to 2 ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി കണ്ടുവരുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് സില്ലോജിസം, വെൻ ഡയഗ്രം വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ഈസി ആക്കുക. പിന്നീടുള്ളത് ഇൻഇക്വാലിറ്റീസ്. ഓക്കെ, സിമ്പിൾസ് ബേസ് ചെയ്തിട്ടുള്ള. പിന്നെ ബ്ലഡ് റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വെയിറ്റേജ് കുറവ് ഡൈസ്. ഓക്കെ, ഡൈസിൻ്റെ നമ്പർ പൊസിഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മാക്സിമം ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നാണ് വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്സ് ആദ്യം ക്രാക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ഇൻ്റലിജൻസ് റീസണിങ്ങിനകത്ത് നമുക്ക് വരുന്ന ടോപ്പിക്സ്, അതിൽ വരാവുന്ന മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അക്കോർഡിംഗ്ലി പ്രിപ്പയർ ചെയ്യുക. അടുത്തത് ജനറൽ അവയർനെസ് ആണ്. അപ്പോൾ ജനറൽ അവയർനെസ്സിനകത്ത് നമുക്കറിയാം വരുന്നത് എന്തൊക്കെയാണ്? സയൻസ് അല്ലേ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിനെല്ലാം ബേസ് ചെയ്ത് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, റെക്കോർഡ് ക്ലാസ്സസ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 10 to 13 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ വർഷവും ചോദിക്കുക. അപ്പോൾ ഏറ്റവും വെയിറ്റേജ് കൂടുതൽ സയൻസിനാണ്. ഓക്കെ, അപ്പോൾ ആദ്യം സയൻസ് പഠിക്കുക. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി അല്ലേ. ഹിസ്റ്ററിയൊക്കെ നമുക്ക് പഠിച്ചാൽ തീരുമോ? ഇല്ല, പക്ഷേ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അവിടെയും 9 to 12 ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്, അത് നമുക്ക് നോക്കിയേ പറ്റും. പിന്നീടുള്ളത് പൊളിറ്റി, അതും 6 to 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നീടുള്ളത് എക്കണോമിക്സ്, അതിനും 6 to 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജിയോഗ്രഫി 4 to 6 ക്വസ്റ്റ്യൻസ്. ആൻഡ് കറണ്ട് അഫെയർസ് 4 to 5 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വെയിറ്റേജ് കുറവ് എവിടെയാണ്? കറണ്ട് അഫെയർസ്. അപ്പോൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആക്കരുത്. നമുക്ക് ഒട്ടും ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറണ്ട് അഫെയർസ് എന്നുള്ള പോർഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് ഈ പോർഷൻസ് എല്ലാം നമുക്ക് പഠിക്കാം. സ്കിപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ്മെൻ്റ് ആണ് മെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ SSC JEEക്ക് നമുക്കറിയാം ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours ആണ് അല്ലേ. ഈ 2 hours നോൺ ടെക് ഉണ്ട്, ടെക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ് ഉള്ളത് 1 മണിക്കൂറിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ? 1 മണിക്കൂറിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് ടൈം അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് എവിടുന്ന് എടുക്കാൻ പറ്റുള്ളൂ? നോൺ ടെക്നിക്കലിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ഹാഫ് അവറും കൂടി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1.5 hours കൊണ്ട് ടെക്നിക്കൽ സോൾവ് ചെയ്ത് തീർക്കാം. കാരണം നമ്മുടെ മെയിൻ വെയിറ്റേജ് ടെക്നിക്കലിനാണ്. അപ്പോൾ നോൺ ടെക്നിക്കൽ നമ്മൾ എന്ത് ചെയ്യുക? 30 minutes ചെയ്ത് തീർക്കേണ്ടി വരും. പോട്ടെ, 30 അല്ലെങ്കിൽ ഒരു 45 minutes നമുക്ക് ചെയ്ത് തീർക്കേണ്ടി വരും.
ആ 45 മിനിറ്റ്സിൽ ഒരു 10 മിനിറ്റ്സ് മാക്സിമം ആട്ടോ പറയുന്നത്, മിനിമം 5 മിനിറ്റ്സാണ്. ഈ 5 to 10 മിനിറ്റ്സിനകത്ത് നമുക്ക് ജനറൽ അവയർനെസ് കംപ്ലീറ്റ് ചെയ്തേ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രഗിൾ ചെയ്യും എവിടെ, ടെക്നിക്കൽ പോർഷൻസ് ചെയ്യാൻ നേരത്ത്. അപ്പോൾ നമ്മൾ എങ്ങനെ SSC JEE ടൈം മാനേജ് ചെയ്ത് എഴുതാമെന്നുള്ള നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ അവയർനെസ്സിന് ബേസ് ചെയ്തിട്ടുള്ള പോർഷൻ. അപ്പോൾ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ SSC JEE ആണെങ്കിലും RRB JEE ആണെങ്കിലും ബേസിക് കോമൺ ആയിട്ടുള്ള പോർഷൻസാണ് ജനറൽ ഇൻ്റലിജൻസ് റീസണിങ്ങും ജനറൽ അവയർനെസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന നോൺ ടെക്നിക്കൽ കോഴ്സിൽ നമുക്ക് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസും ഓൺലൈൻ PDF നോട്ട്സും അതുപോലെ പാസ്റ്റ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് 1500+ ക്വസ്റ്റ്യൻസ്, ഓൾറെഡി 1500 ഉണ്ട്, നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ക്വസ്റ്റ്യൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ കോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ അമേസ് അക്കാഡമിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും വിളിച്ച് അന്വേഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെയിറ്റേജ് എപ്പോഴും എന്തിനാണ് അല്ലേ, ജനറൽ അവയർനെസ്സും ജനറൽ ഇൻ്റലിജൻസ് ഫോർ SSC JEE. ഓക്കെ, ഫസ്റ്റ് കം അങ്ങനല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ SSC JEEയുടെ നോട്ടിഫിക്കേഷനാണ് വന്നത്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ അങ്ങോട്ടേക്ക് കൊടുക്കുക. ടെക്നിക്കൽ RRB JEE ബേസ് ചെയ്തിട്ടാണെങ്കിൽ ടെക്നിക്കൽ സെക്കൻഡ് ഫേസിലേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ നോൺ ടെക്നിക്കൽ നമുക്ക് SSC JEEക്കും യൂസ്ഫുൾ ആണ്, അതുപോലെ RRB JEEക്കും യൂസ്ഫുൾ ആണ്. സോ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കോഴ്സിന് ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.